ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ്സ് സീസൺ 2 11-12 എപ്പിസോഡാണ്. അപ്പൊ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിൻ എണീറ്റപ്പോൾ മുമ്പിൽ ഫുള്ളും മോൺസ്റ്റേഴ്സ് ആയിരുന്നു ഇരുന്നത്. അപ്പൊ അതിന് ശേഷം എന്താ സംഭവിച്ചത് നമുക്ക് ഈ എപ്പിസോഡിൽ നോക്കാം. നമ്മുടെ ഹീറോയിൻ എണീറ്റതും അയ്യോ എത്ര മോൺസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ എന്തായാലും ഉറങ്ങി എണീറ്റല്ലേ, അതിന്റെ ക്ഷീണം മാറ്റാൻ നമുക്കൊന്ന് വാക്കിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് വാക്കിങ്ങിന് പോകാന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് വലിച്ചു വാരി കഴിക്കുന്നുണ്ട്. അവള് കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ ഹീറോ. അല്ല, ഞാൻ കഴിക്കുന്നത് നോക്കിയിട്ട് എന്തിനാ നീ ചിരിക്കണേ, ഞാൻ കഴിക്കുന്നത് കണ്ടാ നിനക്ക് കോമഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, നീ കഴിക്കുന്ന പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പോലീസുകാരനാണെന്നുണ്ടെങ്കിലും ആ 3 പേരെ കൊന്നവൻ ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് തന്നെ അവര് ഒരു കോള് വരുന്നുണ്ട്. ഇവരും എന്തോ ക്ലൂ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവനും നമ്മുടെ ഹീറോയെ പോയി കണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ട് അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് നമ്മുടെ പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കൊണ്ടുപോയിട്ട് ഒരു പെണ്ണ് നിന്നെ പോലെ തന്നെ മോൺസ്റ്റർ ആണ്. ഒരു മോൺസ്റ്റർ പെണ്ണിനെ എന്തിനാ ഇവര് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയും സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോലീസുകാരനും പറയുന്നുണ്ട്, ഇതിൽ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല, പിന്നെ നിനക്കും ഹീറോയിനും തമ്മിൽ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അടുത്ത് വന്ന് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതെന്റെ അടുത്ത് വന്ന് പറ എന്ന് പറഞ്ഞിട്ട് ഇവനും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനു മുമ്പും ഒരു മോൺസ്റ്ററിനെ കൊന്നിട്ട് തിരിച്ച് ജീവനോട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ചു വന്നപ്പോ അവള് പഴയ പോലെ ആയിരുന്നില്ല, ഭയങ്കര മോശമായിരുന്നു സ്വഭാവമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഓക്കെ ഞാനും കണ്ടുപിടിക്കാൻ നോക്കുമ്പോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, പക്ഷെ ഇതുവരേക്ക് എനിക്കൊരു ക്ലൂവും കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അല്ല, ആ മരിച്ചുപോയ 2 പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ ഈ കാണാതെ പോയ പെണ്ണിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇവരാരെ കൊന്നേന്നുള്ള കാര്യങ്ങളും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട് പോലീസ്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയും കാഷ്വൽ ആയിട്ട് വന്നിട്ട് നീ എപ്പോഴാ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ വന്നയാ, ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ വീട് അപ്പുറമല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ കൊലയല്ലേ ഇവനാ ചെയ്തേന്ന് നിനക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, നീ എന്തായാലും വെറുതെ ഒന്നും വരത്തില്ല, നീ അവനെ നല്ലോണം സംശയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ, നീ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നേ, നിന്റെ അമ്മയും പറഞ്ഞിട്ടുള്ളത് നിനക്ക് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഞാൻ എന്റെ അടുത്തുള്ള ഏതെങ്കിലും പെണ്ണിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവരുടെ കൂടെ നിന്നും ഡേറ്റിന് വിടാൻ പറയാന്ന് പറയുമ്പോൾ ഇവളുടെ ഭീഷണി കേട്ടിട്ട് അയ്യോ വേണ്ട, ഞാൻ ഈ ഭാഗത്തേക്കേ വരത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ പോവുകയാണ്. നമ്മുടെ ഹീറോയിനും ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് നിന്നെ രക്ഷിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു, അതിനുശേഷം നീ വന്നേന്ന് പറയുമ്പോൾ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഇവളും ആലോചിച്ചിരിക്കുകയാണ്. പിറ്റേദിവസം രാവിലെ നമ്മുടെ ഹീറോയിനും ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററില്ലേ അവളും ഒപ്പം ഇറങ്ങിയിട്ട് നീ ഇങ്ങോട്ടാ പോകുന്നേന്ന് ചോദിക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോവാ, ആരുടെ കൂടെ? എന്റെ കൂടെയോ? നിങ്ങളുടെ കൂടെ തന്നെ. ഇവർ രണ്ടുപേരും കാറ് കയറി കുത്തിരുന്നിട്ട് ഇനി വേറെ വഴിയൊന്നും ഇല്ലാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ എടുത്ത സെയിം ഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹീറോയിനും ദേഷ്യം പിടിച്ചിട്ട് പോയി ഡ്രസ്സ് മാറ്റി വരുമ്പോൾ വീണ്ടും ഇവർ അതുപോലെ തന്നെ ഒരേ ഡ്രസ്സാണ് എടുത്തിട്ട് വരുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും ഇവർ ഒരേ ഡ്രസ്സ് തന്നെ എടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും എന്താ ഞാൻ എടുക്കുന്ന ഡ്രസ്സ് തന്നെ നീയോ എടുക്കുന്നതിന് ചോദിച്ച് നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററുമായിട്ട് വഴക്ക് തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവരെടുത്ത ഡ്രസ്സ് എല്ലാം അവിടെ നിന്ന് ബില്ലടച്ചെടുത്ത് പോരുന്നുണ്ട്. അങ്ങനെ ഇവരൊരു ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഇവള് പറഞ്ഞു തുടങ്ങുകയാണ്. ഇവള് പറയുന്നത് ഇവരുടെ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. ഇത് ഞങ്ങളെ പോലുള്ള കുറെ മോൺസ്റ്റേഴ്സ് തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾക്കും നോർമലായി നിങ്ങളുടെ മനുഷ്യരെ പോലെ തന്നെ ഇവിടെ ജീവിക്കാനും താല്പര്യമുണ്ട്, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ ഹീറോയിനും ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അവള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളും ചോദിക്കുന്നുണ്ട്, നീ നല്ല ഫേമസ് ആണല്ലോ, എന്നിട്ട് ഇങ്ങനെ പബ്ലിക് വന്നിരുന്ന് ഇത്രയും കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ നീ ഒന്ന് ഹൈഡായിട്ട് നിന്നു എന്ന് പറയുമ്പോൾ എന്നെയൊന്നും ഇവിടെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, അങ്ങനെ ആരും ഫോട്ടോ എടുക്കത്തൊന്നുമില്ല, എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ ഞാൻ എന്റെ കൈയെടുത്ത് ഇങ്ങനെ വെച്ച് പോസ് കൊടുക്കും, സോ ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവളുടെ കോപ്രായങ്ങളൊക്കെ ആരോ ഇവിടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവളും ആരാണ് അതിന്റെ ഫോട്ടോ എടുക്കുന്നതെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഫുള്ള് ഇവളുടെ ഫാൻസ് ആണ്. ഇവരെല്ലാം കൂടെ ഇവരെ ഒട്ട് ഓടിക്കുകയാണ്. അങ്ങനെ
എങ്ങനെയൊക്കെ ഇവർ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തിയത് നമ്മുടെ ഹീറോയുടെ അടുത്ത് എനിക്ക് കുറച്ച് വെള്ളം താ, ഞാൻ ഓടി വന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം താന്നും പറഞ്ഞ് മേടിച്ച് കുടിക്കുന്നുണ്ട്. നിന്റെ പോസുകളെല്ലാം സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഇന്നത്തെ ടോക്ക് ഫുള്ള് നിന്നെ കുറിച്ചാണെന്നും പറഞ്ഞത് നമ്മുടെ ഹീറോയും ഇവിടെ കളിയാക്കുന്നുണ്ട്. നമ്മുടെ അങ്കിളും ഫ്രണ്ട് മോൺസ്റ്ററും കൂടെ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ അപ്പോഴാണ് ലാബിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഇവരും തീരെ വയ്യാത്ത പോലെയാണ് പുറത്തോട്ട് വരുന്നത്. അയ്യോ എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി, നമ്മുടെ ഹീറോയിനും പ്രഗ്നന്റ് ആയിട്ടാണോ ഉള്ളത്, പക്ഷെ ഇത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ബ്ലഡ് എടുത്തിട്ട് എന്റെ മേത്ത് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് എനിക്ക് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഇവരും ഇവനോട് നല്ലോണം ചൂടാവുന്നുണ്ട്. അല്ല നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിന്റെ ശരീരത്തിൽ വെച്ചിട്ട് എന്തിനാ ഇതൊക്കെ പരീക്ഷിക്കുന്നത്? ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മുടെ അങ്കിള് ഫ്രണ്ട് മോൺസ്റ്ററിന്റെ അടുത്ത് ആ മരിച്ച പെൺകുട്ടികളെ പറ്റിയിട്ട് വല്ല വിവരം കിട്ടിയോ, ആരെ കൊന്നേന്ന് വല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് അവിടുന്ന് ആരോ അവളെ കടത്തിയിട്ടുള്ളത്, ഞാൻ എന്തായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ ആ കാര്യങ്ങൾ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാങ് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഡേറ്റിന് പോയിരിക്കുകയാണ്. ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഇവൻ ഭയങ്കര സാഡ് ആയിട്ടുള്ളത് കണ്ടിട്ട് ഇന്ന് പറ്റി നിനക്ക് ഇഷ്ടമായില്ലേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ല, ഇത് നിനക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൗണ്ട് ചെയ്യത്തേ ഇല്ല, നീ ഇനി ഒരു എക്സ്ട്രാ ഡേറ്റ് എന്റെ കൂടെ വരേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവനും ചിരിച്ചുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടാണല്ലോ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഇവനും ചിരിച്ചുകൊണ്ട് ഇതെന്താ ജോലിയായിട്ടുള്ളത്, നമുക്ക് വേറെ റൈഡിന് പോവാം, അത് ഇതിനേക്കാളും സൂപ്പർ ആയിരിക്കും. ഇവൻ കൊണ്ടുപോയ റൈഡിന്റെ എഫക്റ്റ് കൊണ്ട് തന്നെ ഇവളും ഇറങ്ങി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവനും ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നിയിട്ട് ഇവൾക്ക് ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്ത് തടവി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും എല്ലാം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വന്ന് ഇറങ്ങുന്നതും ഇവളുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടാവും. അല്ല നീയല്ലേ ഇവന്റെ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞേ, പിന്നെന്താ ഇപ്പോഴും ഇവന്റെ കൂടെ ചുറ്റുന്നത്? ഇവൾക്കും എന്താ പറയണ്ടേന്ന് അറിയാതെ ഇവര് വീടിനകത്തോട്ട് പോയിട്ട് ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പുറത്താക്കുന്നുണ്ട്. അവനും പുറത്ത് നിന്ന് തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും എന്താ പറയണ്ടേന്നൊന്നും അറിയാതിരിക്കുമ്പോൾ ഇവളുടെ അച്ഛനും എന്ത് പറ്റി മോളെ, നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരുമിച്ചാണല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, പക്ഷെ അവൻ എന്തിനാ ബ്രേക്കപ്പ് പറഞ്ഞെന്ന് അറിയോ, അവന് ക്യാൻസർ ഉണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയും ഷോക്കായിട്ട് എന്ത് എനിക്ക് ക്യാൻസറോ, ഇവിടെ മിണ്ടാതെ അവിടെ ഇരുന്നോന്നും പറഞ്ഞിട്ട് അതെ അച്ഛാ അവന് ക്യാൻസർ ആണ്, അതുകൊണ്ട് അവൻ എന്നെ ബ്രേക്കപ്പ് ചെയ്ത്, എന്നെ കൊണ്ട് അവനെ നോക്കാൻ പറ്റത്തില്ല എന്നും ഞാനെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് അവൻ പോയത്. പക്ഷെ എനിക്കെങ്ങനെ അവനെ ഒഴിവാക്കാൻ പറ്റുക, അതുകൊണ്ടാണ് ഞാൻ അവനെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ നോക്കുന്നത്. ഞാൻ ചെയ്തത് തെറ്റാണോ അച്ഛാ, നിങ്ങൾ നോക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൻ മരിക്കുകയാണ്. ഇവളും കുറച്ച് ഇമോഷൻസ് കേട്ട് സംസാരിക്കുമ്പോ തന്നെ ഇവളുടെ അച്ഛനും എല്ലാം വിശ്വസിച്ച പോലെ തന്നെ അങ്ങനെയാണ് മോളെ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ കരച്ചിലും വീഴ്ചയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവളും എന്തൊക്കെയോ നാടകം കളിച്ചിട്ട് ശരി അച്ഛാ നിങ്ങൾ പോയിട്ട് പോവാന്നും പറഞ്ഞ് അവരെ കാറ് കയറ്റി വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുകയാണ് നോക്ക് എന്റെ ആക്ടിങ് ഇങ്ങനെയുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട ഭാവം നദിക്കാതെ നമ്മുടെ ഹീറോയും വീടിനകത്തോട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ഹീറോയും കുറച്ച് ദേഷ്യത്തിലാണുള്ളത്. നമ്മുടെ ഹീറോയിന് വന്നിട്ട് എന്തിനാ നീ ദേഷ്യത്തിലിരിക്കുന്നത്, നിനക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണോ ഇങ്ങനെ? അതെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എന്നിട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് നീ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലെന്നും പറഞ്ഞ് ഇവനും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാങ്ങും അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടും കൂടെ ഒരു കഫേയിൽ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവള് കുറെ ഗേൾസിന്റെ പേര് പറയുന്നുണ്ട്. ഇവളിതൊക്കെ കേട്ടതും ഇതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സിന്റെ പേരാ. ഓ ഇതെല്ലാം എന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സ് ആണോ, എനിക്ക് ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ല നിനക്ക് എന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ ഇവനും കറക്റ്റ് ആയിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളും ഹാപ്പി ആവുന്നുണ്ട്. ഇത്രയും പേര് പറഞ്ഞിട്ട് നിനക്ക് ഒന്നും ഓർമ്മയില്ല, പക്ഷെ എന്റെ പേര് നിനക്ക് കറക്റ്റ് ഓർമ്മയുണ്ടല്ലോ, അപ്പൊ ഇവരെക്കാളും ഒക്കെ ഞാനല്ലേ നിനക്ക് ഫേവറേറ്റ്, ഞാനല്ലേ നിനക്ക് സ്പെഷ്യൽ. ഇവനും അങ്ങനെയൊന്നും ഇല്ലാന്നുള്ളൊരു മട്ടിലാണ് ഇരിപ്പ്. ശരി ഓക്കെ നീ നിന്റെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് മെല്ലെ വാന്നും പറഞ്ഞ് ഇവള് എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദിവസം ഇവര് ഫുള്ളായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഫ്രണ്ട് മോൺസ്റ്ററിന്റെ വീട്ടിൽ വന്നിട്ട് അവളുടെ ബുക്കൊക്കെ തിരിച്ചു കൊടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല എന്താ ഡോക്ടർ കുറെ ആയിട്ട് വന്നിട്ടില്ലല്ലോ, അവരെന്തെങ്കിലും പ്ലാനിങ്ങിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അവര് തമ്മിലുള്ള ആ മീറ്റപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇനിയും നമ്മൾ റിസ്ക് എടുക്കണ്ട, ഇനി റിസ്ക് എടുത്താലും നമ്മുടെ ഹീറോയിന്റെ ലൈഫിനാണ് അത് ബാധിക്കുക, ഇത് അവളുടെ ശരീരത്തിനെ നല്ലോണം ബാധിക്കും. ഈ കുഞ്ഞ് പുറത്തു വരുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ കാണണം. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ട് വേറെ ഗർഭപാത്രത്തിൽ ഇടണം, കാരണം അവൾക്കത് താങ്ങാനുള്ള കലിപ്പൊന്നുമില്ല. മറുത്തൊന്നും ആലോചിക്കാതെ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും അത് കുഴപ്പമില്ല ആ കുഞ്ഞിനെ എന്റെ ഗർഭപാത്രത്തിൽ വെച്ചോളൂ ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോൾ നമ്മുടെ അങ്കിളും നീ റിസ്ക് ഒന്നും എടുക്കണ്ട, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. ഇവളും പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല, അവള് എന്നെ
മാത്രമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിന് ഞാൻ സമ്മതിച്ചോളാം. എന്റെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ ആ കുഞ്ഞിനെ നോക്കിക്കോളാം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറും ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഇതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇവിടെ നമ്മുടെ ലിന്നും സോഫയിൽ കയറി ഇരുന്ന് ചാടി കളിക്കുമ്പോൾ ഇവള് വീഴാൻ പോകുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയും വന്ന് പിടിക്കുകയാണ്. നിനക്കെന്താ പെണ്ണെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നിന്റെ അടുത്ത് എത്ര വട്ടം പറയണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇവളും നീ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ടൊരു കിസ് അടിക്കാൻ വരുമ്പോ തന്നെ ഇവളും എന്തോ ആലോചിച്ചിട്ട് വേണ്ട വേണ്ട എന്നെ ഇറക്കി വിടെന്നും പറഞ്ഞ് ഇവളങ്ങോട്ട് ഓടി പോകുമ്പോ അല്ല ഇവൾക്ക് എന്താ പറ്റി, ഞാനൊന്നും ചെയ്തില്ലല്ലോ, എന്താ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇവൻ. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയും അവന്റെ ജോബിന് വേണ്ടി തയ്യാറായിട്ട് അവിടെ പോകുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ പോലീസുകാരൻ വന്നിട്ട് നീ കുറച്ചു നേരം എന്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിലോട്ട് വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് അവിടെ നിന്ന് ചോദിക്കാനുണ്ട്, നീ അതിനുള്ള മറുപടി തന്നാ മതി. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിനും വന്നിട്ട് അല്ല നീ എന്തിനാ ഫുൾ ടൈം ഇവന്റെ പുറകെ നടക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നും ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല ഞാൻ ചുമ്മാ വന്നതെന്ന് പറയുമ്പോ ഇല്ലല്ല ഞാൻ എല്ലാം കേട്ടു, അവൻ എങ്ങോട്ടും വരാൻ പോകുന്നില്ല, നിനക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് ചോദിച്ചോ. ഇവനും ഇവന്റെ അടുത്ത് ചോദിച്ചു തുടങ്ങുന്നുണ്ട്, നിനക്ക് കുറെ ബ്ലാക്ക് മെയിൽ ലെറ്റേഴ്സ് വന്നിട്ടില്ലേ, അതിന് നീ എന്തിനാ കുറെ മില്യൺ പൈസ ആ സ്ത്രീക്ക് അയച്ചു കൊടുത്തേന്ന് ചോദിക്കുമ്പോ ഇത് കേട്ടത് നമ്മുടെ ഹീറോയിനും ഷോക്കായിട്ട് എന്ത് അത്രയും പൈസ അയച്ചു. ഇവിടെ നമ്മുടെ ഹീറോ ഒന്നും പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും കൂടെ കാറിൽ പോകുമ്പോ നമ്മുടെ ഹീറോയിനും ചോദ്യത്തിന്റെ മേല് ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആരാന്നൊന്നും അറിയാത്ത ആൾക്കാർക്ക് കുറെ പൈസ കൊടുക്കുന്നേ, എന്നിട്ട് നീ എന്താ എന്റെ അടുത്തൊന്നും പറയായിരുന്നേ. ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പ്രഗ്നന്റ് അല്ലേ, നിനക്ക് എന്തിനാ ഇതിന്റെ ടെൻഷൻ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ തീർക്കുന്നത്, നീ ഇതിന്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം, നീ മൈൻഡ് ഫ്രീ ആക്കുക, നീ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറയുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.